സർ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അൻവറിനോട് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് സംസ്ഥാന പാർട്ടി രൂപീകരിച്ച് UDFന്റെ ഭാഗമാകാനാണ്. രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുകയാണല്ലേ? അല്ല, അതിനകത്ത് മിക്കവാറും ഈ കോൺഗ്രസിൻ്റെ വേറെ സമീപനമുണ്ട്. അതൊരു കെ കരുണാകരൻ തുടങ്ങിയ വെച്ച രീതിയാണ്. ഏത് പാർട്ടികളും കോൺഗ്രസുമായിട്ട് സഖ്യത്തിന് വന്നാൽ ആ പാർട്ടികളൊക്കെ അവർ പിളർത്തും. ഇപ്പോൾ ഇതിലാവശ്യപ്പെടുന്ന പ്രധാനമായിട്ട് അൻവറിനോട് പറയുന്നത്, അൻവർ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമാണ്. തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. അങ്ങനെ ഇന്ത്യൻ മുന്നണി എന്ന് പറയുന്ന വിശാലമായിട്ടുള്ള അർത്ഥത്തിൽ ഉണ്ടെന്ന് ഇവർ പറയുന്ന അഖിലേന്ത്യാ പാർട്ടിയുടെ മറ്റേ മുന്നണിയുടെ ഭാഗമായിരിക്കുന്ന തൃണമൂൽ കോൺഗ്രസിനോട് കേരളത്തിൽ വരുന്ന സമയത്ത് ആ തൃണമൂൽ കോൺഗ്രസ് വിട്ടിട്ട് താൻ്റെ സ്വന്തം മുന്നണിയാകാൻ വേണ്ടിയിട്ടാണ് അൻവറിനോട് ആവശ്യപ്പെടുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല, ഇതിൻ്റെ രാഷ്ട്രീയ ലോജിക്ക് ബോധ്യം വരുന്നില്ല. ഇത് എക്കാലത്തും കോൺഗ്രസ് ചെയ്തിട്ടുണ്ട്. കെ കരുണാകരൻ്റെ കാലത്താണ് ഇത് വളരെ കൂടുതൽ നടന്നിരുന്നു. കെ കരുണാകരൻ്റെ കാലത്ത് സകലമാന പാർട്ടികളെയും കെ കരുണാകരൻ പിളർത്തും. ആ പിളർത്തിയിട്ട് അവരെയൊക്കെ കൊണ്ട് ഒരു പ്രാദേശിക പാർട്ടി ഉണ്ടാക്കും. പിന്നീട് നമ്മുടെ ബാലകൃഷ്ണപിള്ളവരെ പാർട്ടി ഉണ്ടാക്കിയത് എങ്ങനെയാണ്? ബാലകൃഷ്ണപിള്ളയെ കൊണ്ട് പാർട്ടി ഉണ്ടാക്കിയിരിക്കുന്നു, PJ ജോസഫിനെ കൊണ്ട് പാർട്ടി ഉണ്ടാക്കിയിരിക്കുന്നു, മുസ്ലിം ലീഗിന് വേറൊരു ഭാഗമായിട്ട് കൊണ്ടിരുന്നു. ഈ പറയുന്ന സകലമാന പാർട്ടികളെ പിളർക്കുന്ന ഒരു സ്വഭാവം കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ട്. ഈ സമീപനം തന്നെയാണ് ഇപ്പോൾ ഇതിനകത്തും. അൻവർ എന്ന് പറയുന്ന ആള് എനിക്കൊണ്ട് കഷ്ടിച്ച് 1 വർഷം മുമ്പായിട്ട് DMKയിലൊന്ന് അതിലും കണ്ട് അവിടെ പോയി തമിഴ്നാട്ടിൽ പോയിട്ട് DMK പോയി ചേർന്നു. അതും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. അപ്പോഴാണ് ഇവർ പറഞ്ഞത്, DMKയിലൊന്നും പറ്റൂല, അതൊക്കെയാണ് ഇവിടെ നിങ്ങൾക്ക് തരാൻ വേണ്ടി പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ ഒരു വേറൊരു അഖിലേന്ത്യാ പാർട്ടി ഉണ്ടാക്കണം. അങ്ങനെയാണ് തൃണമൂൽ കോൺഗ്രസിൽ പോയിട്ട് ചേരുന്നത്. അങ്ങനെ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നതിന് ശേഷം അതും പറ്റൂല എന്ന് ഇന്നിപ്പോൾ പറയുന്നത്. എന്ന് വെച്ചാൽ അൻവർ എന്ന് പറയുന്ന വ്യക്തിയെ വേണം, അദ്ദേഹം ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വേണ്ട എന്നുള്ള കോൺഗ്രസിൻ്റെ സമീപനം ഒരു രാഷ്ട്രീയ സുജനമര്യാദയ്ക്ക് ചേരുന്നതാണെന്നുള്ളതാണ് ആദ്യം വ്യക്തമാക്കേണ്ടത്. അവിടെയാണ് ഇതിനൊരു സാമാന്യ മര്യാദയില്ലേ? എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിളർത്താനായിട്ട് കോൺഗ്രസ്സുകാരെ തീരുമാനിക്കുക. ഇത് കോൺഗ്രസിൻ്റെ വളരെ വർഷങ്ങളായിട്ടുള്ള കോൺഗ്രസിൻ്റെ സമീപനമാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തുടങ്ങിയിട്ടുള്ള അഖിലേന്ത്യാ തലത്തിലും കേരളത്തിലെ കെ കരുണാകരനും തുടങ്ങി വച്ച രാഷ്ട്രീയ സമീപനത്തിൻ്റെ ഭാഗം തന്നെയാണ് ഈ തരത്തിലുള്ള ഈ പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ പിളർത്തിയെടുക്കുക, അവരെയൊക്കെ പ്രാദേശിക കക്ഷികളാക്കുക. ഈ പ്രാദേശിക കക്ഷികളായിട്ട് അവരുമായിട്ട് ഇവർ കോൺഗ്രസ്സുകാർ സഖ്യം ഉണ്ടാക്കുക. അതുകൊണ്ട് ഇവരുടെ അഖിലേന്ത്യാ പ്രസ്ഥാനം ഇവരുടെ മുഖ്യമന്ത്രി സ്ഥാനത്തിനും കോട്ടം തട്ടാതെ കണ്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് കോൺഗ്രസ് ഇതിൽ കൂടി പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ്. പക്ഷേ ഏതാണെങ്കിലും രാഷ്ട്രീയ മര്യാദയ്ക്ക് ചേർന്നതല്ല കോൺഗ്രസിൻ്റെ സമീപനം. കാരണം അൻവർ ഏത് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന അൻവറിലെ തീരുമാനിക്കേണ്ടത്. അൻവറിന് തൃണമൂലാവട്ടെ, തൃണമൂൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലേ, അല്ലെങ്കിൽ അൻവറുടെ DMKയിൽ അതാവട്ടെ. കാരണം DMK എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലേ. അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരിക്കുന്ന തൃണമൂൽ എന്ന അൻവറിനെ കൊണ്ട് പ്രാദേശിക പ്രസ്ഥാനം പാർട്ടി ഉണ്ടാക്കിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തെ അംഗീകരിപ്പിക്കുന്ന ഒരു സമീപനമാണ് കോൺഗ്രസ് എടുക്കുന്നത്. എന്നാൽ കോൺഗ്രസിലേക്ക് അംഗത്വം കൊടുക്കുന്നുമില്ല. കോൺഗ്രസിൽ അംഗത്വം കൊടുക്കില്ല. അതിന് കാരണം കോൺഗ്രസിലേക്ക് അൻവർ വന്നാൽ ഒരുപക്ഷെ വേണമെങ്കിൽ നിലമ്പൂർ സീറ്റ് വേണമെങ്കിൽ കിട്ടിയേക്കാം. കാരണം അവിടെ നിലമ്പൂർ ജയിക്കണമെങ്കിൽ ഇദ്ദേഹം വേണം, അല്ലെങ്കിൽ ഏതെങ്കിലും ആര്യാടൻ മുഹമ്മദിൻ്റെ ഫാമിലിക്കാരെങ്കിലും വേണം. ഈ രണ്ടുപേരും കിട്ടിയിട്ടില്ലെങ്കിൽ വലിയ നിവൃത്തി ഉണ്ടാവില്ല കോൺഗ്രസിന്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുന്ന സമയത്ത് ഇവർക്ക് അവിടെ സീറ്റൊക്കെ വേണമെങ്കിൽ കിട്ടും, ഇലക്ഷൻ മത്സരിക്കാൻ സാധിക്കും. പക്ഷേ ഇലക്ഷൻ മത്സരിച്ചു വന്നിട്ട് എങ്ങനെ ഒരു മന്ത്രിയാവുക? സാധ്യമല്ല കോൺഗ്രസ്സിൽ മന്ത്രിയാകാൻ. കോൺഗ്രസ്സിൽ മന്ത്രിയാവണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു ആ കോട്ട് തയ്പ്പിച്ചാൽ ഒരു 25-30 പേരുണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു 10 പേര് കൂടുതൽ കോൺഗ്രസ്സിന് മന്ത്രിസ്ഥാനം കിട്ടൂല. ബാക്കി ഒരു 15 പേരെങ്കിലും ഇവരെല്ലാവരും ചുമ്മാ ഇതിൻ്റെ ഒരു മോഹികളായിട്ട്, മന്ത്രിമോഹികളായിട്ട് അവർക്കെല്ലാം ജീവിതം കഴിക്കേണ്ടി വരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും അങ്ങനെയാണ്. ഒരു സാധ്യതയും കോൺഗ്രസിനെ സംബന്ധിച്ചില്ല. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ പറയുന്ന പ്രാദേശിക പാർട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഗുണം അവർക്കൊരു മന്ത്രിസ്ഥാനം കൊടുക്കാം. ഗണേശിന് പണ്ട് കൊടുത്തിരുന്ന മാതിരിയാണ്, അല്ലെങ്കിൽ AK ശശീന്ദ്രന് കൊടുക്കുന്ന പോലെയാണ്, അല്ലെങ്കിൽ ഇവരെ കടന്നപ്പള്ളി രാമേന്ദ്രന് ഇടതുപക്ഷം കൊടുക്കുന്ന പോലെയാണ്. ഒരു മന്ത്രിസ്ഥാനം ഈ പറയുന്ന അൻവർ വേണമെന്ന് വാശി പിടിക്കുന്നതിൻ്റെ പേരിലും അദ്ദേഹത്തിന് ചില മേഖലകളിൽ സ്വാധീനമുള്ളതിൻ്റെ പേരിലും ചില തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായിട്ട് അദ്ദേഹം ചില ബന്ധങ്ങളൊക്കെ ഇങ്ങനെ വർഷങ്ങളായിട്ട് പുലർത്തി പോരുന്നതിൻ്റെ പേരിലുള്ള ആ ഒരു തിരിച്ചറിവിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം കൊടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന 2000-3000 വോട്ടുകൾ ഓരോ മണ്ഡലത്തിൽ നിന്നും കരസ്ഥമാക്കാൻ സാധിക്കുമെന്നുള്ള ധാരണയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളത്. ഏതാണെങ്കിലും ഒരു രാഷ്ട്രീയ മര്യാദയുടെ ഭാഗമല്ല എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പക്ഷേ CPM അതേസമയം M സ്വരാജിനെ കളത്തിൽ ഇറക്കുമെന്ന് ആദ്യം പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോൾ M സ്വരാജിനെയും നിലമ്പൂരിലേക്ക് ഇറക്കുന്നില്ല. CPM മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. കോൺഗ്രസിന്റെ നീക്കം എന്തെന്ന് അറിഞ്ഞിട്ട് മതി CPMന്റെ തീരുമാനം എന്നുള്ള നിലയ്ക്കാണ്. കാരണം അതിന് ഞാനിപ്പോൾ ഈ നിലമ്പൂർ അവിടെ വരുന്ന ഉപതെരഞ്ഞെടുപ്പിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യാതൊരു പങ്കുമില്ല.
ഞാൻ മനസ്സിലാക്കുന്ന അത് വീണ്ടും അൻവർ നിർദ്ദേശിക്കുന്ന ആൾ ജയിക്കാനുള്ള സാധ്യത അവിടെ വളരെ കൂടുതലാണ്. മുസ്ലിം വോട്ടുകൾ സംഘടിതമായിട്ട് അൻവറിൻ്റെ കൂടെ തന്നെയാണ്. അത് സമാഹരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. നാമമാത്രമായിട്ടുള്ള കുറച്ച് ഹൈന്ദവ വോട്ടുകൾ അത് കോൺഗ്രസിൽ കൂടി വേണമെങ്കിൽ അവർക്ക് വേണ്ടി എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് അപൂർവമായിട്ട് ക്രിസ്ത്യാനികൾ അവിടെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടത്. ആ എല്ലാ വോട്ടും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന UDFനെ സംബന്ധിച്ച് അവിടെ ജയിക്കാൻ വേണ്ടി സാധിക്കും. പക്ഷെ മറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംബന്ധിച്ച് അങ്ങനെയല്ല. അവരിപ്പോൾ സ്വരാജിനെ നിർത്തി മത്സരിപ്പിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വരാജ് എവിടെ വോട്ട് പിടിക്കുക? സ്വരാജ് നല്ല സ്വാധീനമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് സ്വാധീനമുള്ള തൃപ്പൂണിത്തുറയിൽ നിന്ന് മത്സരിച്ചിട്ട് പോലും തോറ്റുപോയിട്ടുള്ള ആളാണ്. ആദ്യത്തെ പ്രാവശ്യം അദ്ദേഹം 10,500 വോട്ടിന് ജയിച്ചു. ആ ജയിച്ച ആൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1000 വോട്ടിന് തോറ്റുപോയി. കാരണം അദ്ദേഹത്തിൻ്റെ വായനാക്ക് അങ്ങനെയാണ്. അദ്ദേഹം വാ തുറന്നാൽ സംസാരിക്കുന്നത് അവിടെ ശബരിമല സീസണിനകത്ത് വേറെ ഒരാൾ പോലും എതിർക്കാതെ സമയത്ത്, ശബരിമല സമരത്തിൻ്റെ സമയത്ത് അയ്യപ്പൻ ബ്രഹ്മചാരിയാണ് അല്ല എന്ന് പ്രഖ്യാപിച്ചാണ് സ്വരാജ്. എന്ന് വെച്ചാൽ തികച്ചും ഹൈന്ദവ വിരുദ്ധമായിട്ട് ഹിന്ദുക്കളെ അവഹേളിക്കാൻ വേണ്ടിയിട്ട് ആസൂത്രിതമായിട്ട് പരിശ്രമിച്ചിരിക്കുന്ന സ്വരാജിന് ഏത് നിലമ്പൂർക്കാരാണ് സ്വരാജ് നായർ വോട്ട് ചെയ്യുക? വൈകൃതമുള്ള ഒരു മനസ്സാണ് അത്. അയാളുടെ മനസ്സ് വളരെ വൈകൃതം. സ്വരാജ് നായരുടെ മനസ്സെന്ന് പറഞ്ഞാൽ വർഗീയതയും ജാതിയും അയാളുടെ കൂടപ്പിറപ്പാണ്. അതാണ് അയാൾ കൂടി നിലനിൽക്കുന്നത്. അയാൾ സ്വരാജ് നായരാണ്. ഇയാൾ എവിടുത്തെ കമ്മ്യൂണിസ്റ്റ്? ഇയാൾ കമ്മ്യൂണിസ്റ്റാണോ? ജാതി ചിന്തയ്ക്ക് ഇയാൾ എതിരാണോ? ഇയാൾ ജാതിയുടെ വക്താവാണ്. ഇയാൾ ജാതിയുടെ വക്താവായിട്ട് അവിടെ കൂടുതൽ നായന്മാർക്ക് സീറ്റ് കിട്ടുമെന്നുള്ള പരിശോധിക്കുന്ന ആളാണ്. ആ നായന്മാരിൽ ഒരാൾ പാർട്ടി സെക്രട്ടറി ആകാൻ പറ്റുമെന്ന് ആലോചിച്ച ആളാണ്. ആ നായന്മാരിൽ ഒരാൾ പാർട്ടി സെക്രട്ടേറിയറ്റിൽ വേണമെന്ന് ആഗ്രഹിച്ച ആളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം യുവാവായതുകൊണ്ടും നായരായതുകൊണ്ടും മാത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി സെക്രട്ടേറിയറ്റിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് അദ്ദേഹത്തിന് നിലമ്പൂർ യാതൊരു വേരുകളുമില്ല. വീടൊക്കെ അവിടെയാണ്, ശരിയാണ്. പക്ഷെ അവിടെ ആരെ വോട്ട് ചെയ്യുക? അവിടെ ആരാണ് ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്? അതവർക്ക് തിരിച്ചറിയാം. പക്ഷെ CPM നോക്കുന്നത് സരിനെ പാലക്കാട് കിട്ടിയതുപോലെ മറ്റാരെങ്കിലും കിട്ടുമെന്ന്, ആര്യാടൻ ഷൗക്കത്തിനെ കിട്ടുമെന്ന് ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. അതെ, കാരണം CPMന്റെ ശ്രമം എപ്പോഴും കാലുമാറ്റി ആളുകളെ സ്വീകരിപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അവിടെ സരിനെ കിട്ടിയ പോലെ, പാലക്കാട് കിട്ടിയ പോലെ സംഗതി തോറ്റുപോയി. എന്നാലും ഒരു ഓളമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സാധ്യമായി. അവരെല്ലാ സ്ഥലത്തും ഈ തരത്തിൽ കാലുമാറ്റി ആളുകളെ കൊണ്ടുവന്ന് അവർ ഇപ്പോൾ പഴയ കാലത്ത് TK ഹംസയെ അങ്ങനെ മത്സരിപ്പിച്ചത്. അവിടെ മറ്റേ പാർലമെന്റിലേക്ക് അസംബ്ലിയിലേക്കൊക്കെ മത്സരിപ്പിച്ച അങ്ങനെയാണ് ഹംസ കേരളത്തിൻ്റെ മറ്റേ ഇതിൻ്റെ പൊതുഭരണ വകുപ്പിൻ്റെ മന്ത്രിയൊക്കെയായി അദ്ദേഹം, PWD മിനിസ്റ്ററൊക്കെയായി. അങ്ങനെയൊക്കെ മന്ത്രിയായത് ഇങ്ങനെ കാലുമാറ്റി കൊണ്ടതാണ്. ധാരാളം പേര് അങ്ങനെ കാലുമാറ്റിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ആളുകളെ കാലുമാറ്റിയിട്ട് കോൺഗ്രസിലേക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അവർ മന്ത്രിമാരാക്കി. ഒരു വട്ടം മാത്രം അവർ മന്ത്രിമാരെയൊക്കെ ആക്കിയിട്ടുള്ള ഒരു പാരമ്പര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചുള്ളത്. ആ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ വേണമെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിന് വേണമെങ്കിൽ ഇവർക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം. അൻവറിനെ ഇവർ ശ്രമിച്ചിട്ട് ഇവർക്ക് കൃത്യമായിട്ട് ഇവരെ കൂടെ നിൽക്കാത്ത ആളാണ്. അങ്ങനെ കൂടെ നിൽക്കാൻ സാധിക്കുന്ന ഷൗക്കത്തിനെ സംബന്ധിച്ച് അദ്ദേഹം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ജയിക്കാൻ സാധ്യതയില്ല എന്ന് അദ്ദേഹത്തിനറിയാം. അദ്ദേഹത്തിന് സീറ്റ് കിട്ടൂല എന്നറിയാം. അൻവർ UDFിൽ പോയിട്ട് ആദ്യം വെക്കുന്ന ആവശ്യങ്ങളൊന്ന് ആര്യാടൻ ഷൗക്കത്തിനോട് സീറ്റ് കൊടുക്കാൻ വേണ്ടി പാടില്ല എന്നാണ്. ആര്യാടൻ കുടുംബത്തെ അടുപ്പിക്കരുതെന്നാണ് അൻവറിൻ്റെ ആവശ്യം. ഈ ആവശ്യത്തെ അംഗീകരിക്കാൻ തയ്യാറാണ് കോൺഗ്രസ്സുകാർ. കാരണം കോൺഗ്രസ്സുകാർ വളരെ ഹാപ്പിയാണ് കാര്യത്തിൽ. എങ്ങനെയെങ്കിലും ഷൗക്കത്തിൻ്റെ കുടുംബത്തെ, ആര്യാടൻ്റെ കുടുംബത്തെ, കാരണം ആര്യാടൻ അല്പം മതേതരത്വ ബോധമൊക്കെ ഉണ്ട്. ഹിന്ദുക്കളെ ആക്രമിക്കുന്നതിന് പുള്ളി എതിരാണ്. അല്ലെങ്കിൽ എല്ലാ മതവിഭാഗങ്ങളോടും നല്ല ബന്ധം പുലർത്തുന്ന ആളാണ് ആര്യാടൻ മുഹമ്മദ്. അങ്ങനെയായിരുന്നു. അങ്ങനെയുള്ളൊരു ആര്യാടൻ മുഹമ്മദിനെ പിടിച്ചു മാറ്റിക്കൊണ്ട്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ പിടിച്ചു മാറ്റിക്കൊണ്ട്, അദ്ദേഹത്തിൻ്റെ മകനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഒരു ഭരണമാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് കോൺഗ്രസ് അവിടെ നിലനിർത്താൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് വേണമെങ്കിൽ ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്തിന് നാളെ വേണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോയി അവിടെ പോയി മത്സരിച്ചാൽ അത്ഭുതത്തിന് യാതൊരു അവകാശമില്ല. ഏതാണെങ്കിലും സ്വരാജിനെ സംബന്ധിച്ച് അദ്ദേഹം നിലമ്പൂർ മത്സരിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിക്കും അങ്ങനെയാണത്. കാരണം അതിന് ഒരു സാധ്യതയില്ല, അവിടെ ജയസാധ്യതയില്ല. കാരണം ഇന്നിപ്പോൾ നിലവിൽ ഇദ്ദേഹം ജയിക്കണേ വല്ല തലശ്ശേരി പോയിട്ട് മത്സരിക്കേണ്ടി വരും കേട്ടോ സ്വരാജ്. അല്ലെങ്കിൽ സ്വരാജിന് ജയിക്കാൻ വലിയ പ്രയാസമാണ്. കാരണം നല്ല മണ്ഡലം, അദ്ദേഹത്തിന് ജയസാധ്യത ഉറപ്പിക്കുന്ന മണ്ഡലം അദ്ദേഹം സംബന്ധിച്ചില്ല. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനം ഉണ്ടെങ്കിൽ പോലും ഇദ്ദേഹം ജയിക്കണം നിർബന്ധമില്ല.